കോഴിക്കോട് കൂറ്റൻ ബിഗ് സ്ക്രീനിലാണ് ആരാധകർ മത്സരം കാണാൻ കാത്തിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിൽ ചേരുകയാണ്. ആകാശ്, എന്തായാലും എല്ലാ ദിക്കിലും, അത് കേരളത്തിന്റെ 14 ജില്ലകളിലും ഇത്തരം ബിഗ് സ്ക്രീനുകൾ ഉണ്ട്. കോഴിക്കോട്ടെ ആവേശം അല്പം കൂടുതലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഏത് ടീമിന്റെ ജേഴ്സി എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ആരാധകരുണ്ട്, കൂട്ടങ്ങളുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ടീമിന് കുറവോ കൂടുതലോ എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ അത്രമാത്രം ആരാധകർ, വലിയ വിളംബര ജാഥകളൊക്കെ കണ്ടു. കോഴിക്കോട്ടെ ഈ ബിഗ് സ്ക്രീനിന്റെ കാഴ്ചകൾ എങ്ങനെയാണ്? രുജീഷ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ നാടും നഗരവും ലോകകപ്പ് ഫുട്ബോളിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുകയാണ്. നമ്മളുള്ളത് പുതിയ പാലത്താണ്. പുതിയ പാലത്ത് ബിഗ് സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കോഴിക്കോട് തന്നെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ബിഗ് സ്ക്രീനാണ് ഇവിടെ പുതിയ പാലത്ത് ഒരുക്കിയിട്ടിരിക്കുന്നത്. 30 അടിയോളം വീതിയും 12 അടിയോളം നീളവുമുള്ള വലിയൊരു ബിഗ് സ്ക്രീൻ തന്നെയാണ് ഒരുക്കിയിട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ 1500 പേർക്ക് ഈ ഗാലറിയിൽ നിന്ന് കളി കാണാം. അതിനായിട്ടുള്ള കൃത്യമായ സജ്ജീകരണങ്ങളും ഇവിടെ പൂർണ്ണമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ. ഇനി 12:30 ആവാനുള്ള കാത്തിരിപ്പാണ്. കളി തുടങ്ങാൻ ഉദ്ഘാടന മത്സരം തന്നെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പാണ്. ഇവിടെ നിരവധി സംഘാടകരുണ്ട്, നിരവധി പേരുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത്ര ഒരു ബിഗ് സ്ക്രീൻ ഒരുക്കിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഇനി കളിയൊക്കെ വലിയ സ്ക്രീനിൽ കാണാം. കോഴിക്കോട്ട് ഫുട്ബോളുകാരുടെ ആരാധന മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു ഇൻഡോർ സ്റ്റേഡിയം തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാസ്കോ എന്ന പുതിയ പാലത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയും KDF-യും ഒരുമിച്ചാണ് ഇപ്പോൾ ഈ കളി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെ ഏറ്റവും വലിയ സ്ക്രീനാണ്. 30 അടി നീളവും 12 അടി ഉയരത്തിലുമുള്ളതാണ്. 1500 ആളുകൾക്കും ഇരിക്കാവുന്ന സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കളി രാത്രി ആയതുകൊണ്ട് തന്നെ ഫുട്ബോളിനുള്ള ഏറ്റവും കൂടുതൽ കോഴിക്കോട്ടുകാരുടെ ഇഷ്ടം എന്തായാലും ഇവിടെ പുലരിക്കും അറിയാം. ഇതിൻ്റെ 11:30 മണിക്ക് ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം മേയർ സദാശിവൻ സാറാണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ ബ്രസീൽ ഫാനാണ്, കടുത്ത ആരാധകനാണ്. അപ്പോൾ എന്താണ് ഇക്കൊല്ലം ബ്രസീൽ കപ്പടിക്കുമോ? ബ്രസീൽ കപ്പടിക്കും 100% ഫാൻ. ഇവിടെ അതാ ഇപ്പോൾ 5 സ്റ്റാർ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാറും കൂടി വരും. 6ാമത്തെ സ്റ്റാറും കൂടി ഈ പ്രാവശ്യം ബ്രസീൽ കപ്പടിക്കും. ഇത്തവണ ബിഗ് സ്ക്രീനിൽ കളി കാണാനാണ് തീരുമാനം? ബിഗ് സ്ക്രീൻ ഉണ്ട്. ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുന്ന ഈ സ്ക്രീൻ തന്നെ കളി കാണാൻ താല്പര്യം. അതുപോലെ അതെ ഇവിടെ കുറച്ച് ആരാധകരുണ്ട്. ചേട്ടാ, ഏതാ ടീം? ടീമും ബ്രസീലാണ്. ഇത്തവണ 6ാമത്തെ കപ്പ് ബ്രസീലിന് കിട്ടുമോ? കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല ഫോമിലാണ് ടീം. 6 കൊല്ലം നമ്മൾ ഈ സ്ക്രീൻ പരിപാടി തുടങ്ങിയിട്ട്. 6 കൊല്ലല്ല, 24 4x6 അത്രയായിട്ട് ബ്രസീൽ ഇന്നേ വരെ കപ്പടിച്ചില്ല. അതേമാതിരി തന്നെ ഈ കൊല്ലും കപ്പടിക്കാൻ. അത് വലിയ ട്രോളായല്ലോ. 30 വർഷം അർജന്റീനക്ക് കാത്തിരിക്കാമെങ്കിൽ നമ്മളും കാത്തിരിക്കും കപ്പിന് വേണ്ടി. ചേട്ടാ, ഈ സ്ക്രീനിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? വലിയൊരു സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയും വലിയ സ്ക്രീൻ വരെ വെച്ചിട്ടില്ല. ഫാസ്കോന്റെ ഇപ്പോൾ ഇത്രയും വലിയ സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത്രയും വലിയ ബിഗ് സ്ക്രീൻ. കളികളൊക്കെ ഇവിടെ നിന്നാണ് കാണാൻ പോകുന്നത്. എല്ലാ കളികളും ഇവിടെ നിന്ന് തന്നെ. രുചിഷ, അത് തന്നെയാണ് ഇനിയുള്ള മാച്ചുകളെല്ലാം ഇവിടെ നിന്ന് പുതിയ പാലത്തെ ഈ ബിഗ് സ്ക്രീനിൽ നിന്ന് കാണാനാണ് ഈ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത്.